കേരളം, ബംഗാൾ, തമിഴ്നാട്, ആസാം, പുതുച്ചേരി നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് ഭാരതം. മെയ് 7-നാണ് ബംഗാൾ നിയമസഭയുടെ കാലാവധി പൂർത്തിയാകുന്നത്. ആസാം, തമിഴ്നാട് നിയമസഭകളുടെ കാലാവധി മെയ് 10-നും കേരള നിയമസഭയുടെ കാലാവധി മെയ് 21-നും തീരും. പോണ്ടിച്ചേരി നിയമസഭയ്ക്ക് ജൂൺ 15 വരെ കാലാവധിയുണ്ട്. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന നയം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് പോലെ നടപ്പിലായാൽ 5 വർഷ കാലാവധി കിട്ടാനിടയില്ലാത്ത നിയമസഭകളാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാവുക എന്ന കൗതുകമുണ്ട്. ആ നിർദ്ദേശം നടപ്പാകും എന്നതിൽ ഇപ്പോൾ തീർച്ചയില്ല. ഓരോ സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് പരിശോധിച്ച് വിലയിരുത്തി. പരിശോധനകൾക്ക് ശേഷം കമ്മീഷൻ അംഗങ്ങൾ മാർച്ച് 10-ന് ഡൽഹിയിൽ തിരിച്ചെത്തി. മെയ് ആദ്യവാരത്തിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്തി ഫലപ്രഖ്യാപനം നടത്താനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കുന്നത് എന്നാണ് വാർത്ത. 2021-ൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത് ഫെബ്രുവരി 26-നായിരുന്നു. BJPക്ക് വേണ്ടിയാണ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പോലും നിശ്ചയിക്കുന്നതെന്ന ആരോപണം പതിവ് പോലെ ഇക്കുറിയും എതിരാളികൾ ഉയർത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പോലും ഉണ്ടായിട്ടില്ലെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർച്ച് 11-ന് കേരളത്തിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉദ്ഘാടനം ചെയ്തു. ആസാമിലും ബംഗാളിലും 14-നും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉദ്ഘാടനം ചെയ്യും. അതായത് BJP വളരെ ഗൗരവത്തോടെയാണ് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ട് പ്രധാനമന്ത്രി ജനപ്രിയമെന്ന് ചിത്രീകരിക്കാവുന്ന ഒരു പ്രഖ്യാപനവും നടത്തിയില്ല. പെൻഷൻ വർധന, സൗജന്യ യാത്ര പോലുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടായില്ല. വികസിത ഭാരതം, വികസിത സംസ്ഥാനം പോലുള്ള ആഴമുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ജനപ്രിയ പ്രഖ്യാപനങ്ങൾ BJP നടത്തിയില്ല. 2024-ലെ തെരഞ്ഞെടുപ്പ് ബജറ്റ് പോലും ജനപ്രിയമായിരുന്നില്ല. അതായത് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് വോട്ടർമാരെ സ്വാധീനിക്കുന്ന ശ്രമം BJP ഉപേക്ഷിക്കുന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അവർ ഒന്നും ചെയ്യുന്നില്ലെന്നല്ല, ഇത്തരം പ്രഖ്യാപനങ്ങൾ ഒഴികെ സാധ്യമായ എല്ലാം ചെയ്യുന്നു. വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം പോലും BJPക്ക് ജയിക്കാൻ വേണ്ടി നടത്തുന്നതാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ പോണ്ടിച്ചേരിയിലും ആസാമിലും BJP നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ മുന്നണി സർക്കാരുകളാണ് 2021 മുതൽ ഭരിക്കുന്നത്. ബംഗാളിലെ പ്രധാന പ്രതിപക്ഷവും BJP-യാണ്. മറ്റ് രണ്ടിടത്തും നിയമസഭയിൽ BJPക്ക് കാര്യമായ അംഗബലമില്ല. 2016-ൽ BJP കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറന്നെങ്കിലും 2021-ൽ ആ സീറ്റ് പോലും നിലനിർത്താനായില്ല. തമിഴ്നാട്ടിലെ 234 അംഗ നിയമസഭയിലുള്ളത് 4 സീറ്റ്. എങ്കിലും നാട് ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ച് സുപ്രധാനങ്ങളാണ്. ആസാമിലും പോണ്ടിച്ചേരിയിലും ഭരണം നിലനിർത്തണം. രണ്ടിടത്തും കോൺഗ്രസിന് നല്ല കരുത്തുണ്ട്. മുസ്ലിം വോട്ട് ബാങ്കിലാണ് കോൺഗ്രസിന്റെ നോട്ടം. ഇതിനായി എടുക്കുന്ന നിലപാടുകളും പ്രഖ്യാപിക്കുന്ന പരിപാടികളും BJPയുടെ ഹിന്ദു വോട്ടുകളെ കൂടുതൽ ഉറപ്പിക്കുന്നു. അതുകൊണ്ട് ആസാമിലും പോണ്ടിച്ചേരിയിലും പ്രതിപക്ഷത്തിന് ഭരണം കിട്ടാനുള്ള നല്ല സാധ്യതയുണ്ട്. ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി മത്സരിക്കുന്നുമുണ്ട്. ഏതായാലും മത്സരം കടുത്തതാകുമെന്ന് തീർച്ച. ആസാമിനും പോണ്ടിച്ചേരിക്കും പുറമെ ഇക്കുറി ബംഗാളെങ്കിലും പിടിച്ചെടുക്കണമെന്ന് BJP ആഗ്രഹിക്കുന്നു. ബംഗാളിൽ ഭരണം പിടിക്കാൻ BJP എല്ലാ കരുക്കളും നീക്കുന്നുണ്ട്. കുപ്രസിദ്ധനായ തമിഴ്നാട് ഗവർണർ RN രവിയെ ബംഗാളിലേക്ക് മാറ്റിയതടക്കം ഒളിഞ്ഞും തെളിഞ്ഞും നിരവധി തന്ത്രങ്ങൾ അവർ ബംഗാളിൽ പ്രയോഗിക്കുന്നു. ഗവർണർമാരുടെ ഇളക്കി പ്രതിഷ്ഠ വന്നപ്പോൾ ആനന്ദ ബോസും ആരിഫ് മുഹമ്മദ് ഖാനും ഔട്ട്. എന്തുകൊണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ബംഗാളിൽ മമതയാണ് താരം. 2011 മുതൽ അവരുടെ പാർട്ടി ബംഗാൾ ഭരിക്കുന്നു. 2011-ൽ അവർക്കുണ്ടായിരുന്നത് നിയമസഭയിലെ 294 സീറ്റിൽ 184 സീറ്റാണ്. 2016-ൽ അത് 215-ആയി. 2021-ൽ 225-ഉം. അവർക്ക് BJPക്കെതിരെ ഇന്ത്യ മുന്നണിയെ ഒറ്റക്കെട്ടായി നിർത്താനായിട്ടില്ല. കോൺഗ്രസും CPM-ഉം അവിടെ പലതായി മത്സരിക്കുന്നു. അതൊന്നും മമതയ്ക്ക് വിഷയമല്ല. 2016-ൽ 77 സീറ്റ് കിട്ടിയ BJPക്ക് 2021-ൽ 64 സീറ്റാണ് ലഭിച്ചത്. അവർക്ക് നന്നേ ക്ലേശിക്കേണ്ടി വരും. കേരളത്തിലും തമിഴ്നാട്ടിലും BJPക്ക് ഇതുവരെ പച്ചതൊടാൻ ആയിട്ടില്ല. രണ്ടിടത്തും ഇന്ത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളെയും ഒന്നിച്ചു നിർത്തി MK സ്റ്റാലിൻ സമർത്ഥമായ നേതൃത്വം നൽകുന്നു. തമിഴ്നാട്ടിൽ അണ്ണാ DMK-യുമായി BJPക്ക് കൂട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്ന പ്രതീക്ഷയില്ല. 234 അംഗ തമിഴ്നാട് നിയമസഭയിൽ DMK മുന്നണിക്ക് 158 സീറ്റുണ്ട്. സർക്കാരിൽ DMKക്ക് മാത്രമാണ് പ്രാതിനിധ്യം എന്നതാണ് അവിടുത്തെ വിചിത്ര യാഥാർത്ഥ്യം. ഇക്കുറി കോൺഗ്രസ് മന്ത്രിസഭാ പ്രാതിനിധ്യത്തിന് ഏറെ ശ്രമിച്ചെങ്കിലും സ്റ്റാലിൻ സമ്മതിച്ചില്ല.
അണ്ണാ DMKയുടെ നേതൃത്വത്തിലുള്ള BJP മുന്നണിക്കുള്ളത് 67 സീറ്റാണ്. BJPയുടെ സ്വന്തം ശക്തി 4 സീറ്റും. ഈ മുന്നണി കൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലം ഇക്കുറി മെച്ചപ്പെടുമെന്ന് കരുതാനാവില്ല. അതിന് മാറ്റം വരുത്തുന്ന മുന്നണിക്കായി അമിത്ഷാ തന്നെ നേരിട്ട് കരുക്കൾ നീക്കുന്നതായി വാർത്തകളുണ്ട്. ചലച്ചിത്ര നടൻ വിജയുടെ തമിഴക വെട്രി കഴകത്തെ ഒപ്പം കൂട്ടാൻ ശ്രമം നടക്കുന്നതായാണ് വാർത്ത. തമിഴ്നാട്ടിൽ നടക്കുന്ന സർവേകൾ DMKയ്ക്കാണ് വിജയം പ്രഖ്യാപിക്കുന്നത്. 2ാം സ്ഥാനത്ത് അണ്ണാ DMK, 3ാം സ്ഥാനത്താണ് TVK. 2025 നവംബർ 27-ന് കരൂരിൽ നടന്ന വിജയുടെ മഹാസമ്മേളനത്തെ തുടർന്നുണ്ടായ ദുരന്തം അന്വേഷിക്കുന്ന CBI വിജയിനെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുന്നതടക്കം പലതും നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ സംഗീത വിവാഹമോചനത്തിന് നോട്ടീസ് അയച്ചതടക്കം വിജയുടെ ഇമേജ് ചീത്തയാക്കുവാൻ നടക്കുന്ന ശ്രമങ്ങൾ നിരവധിയാണ്. വിജയ് ക്രിസ്ത്യാനിയാണ് എന്നതും ഉയർത്തിക്കാണിക്കുന്നത് ഈ ലക്ഷ്യത്തോടെയാണെന്ന് കരുതപ്പെടുന്നു. ഇത്തരം നീക്കങ്ങൾക്ക് ഒന്നും വലിയ വില കൊടുക്കാതെയാണ് വിജയ് പ്രചാരണ പരിപാടികളുമായി മുന്നേറുന്നത്. സ്റ്റാലിനെ താഴെയിറക്കി ഭരണം പിടിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് വിജയ്. കേരളത്തിൽ ഇന്ത്യ മുന്നണി 2ആയി പിളർന്നാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഓരോ വിഭാഗത്തിന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേതൃത്വം കൊടുക്കുന്നു. അടുത്ത 5 വർഷവും ഈ മുന്നണികളിൽ ഒന്നാവും കേരളം ഭരിക്കുക എന്നത് തീർച്ചയാണ്. ഇവിടെ BJP ഇപ്പോഴും മൈനർ കളിക്കാരനാണ്. എന്നാൽ CPM നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിക്ക് 3ാം ഊഴവും കിട്ടിയാൽ അവർ കൂടുതൽ ദുർബലരും കോൺഗ്രസ് നാമാവശേഷവും ആവും എന്ന ചിന്ത BJPക്കുണ്ട്. ഈ ചിന്ത ഇടതുമുന്നണിക്ക് വോട്ടാകാനും സാധ്യതയുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മാർച്ച് 11-ന് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെക്കുറിച്ച് കൃത്യമായ സൂചനകൾ നൽകി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതും ഹൈക്കോടതി പോലും താല്പര്യം പ്രകടിപ്പിക്കുന്നതുമായ എയിംസിന്റെ കാര്യത്തിൽ പോലും അദ്ദേഹം ഒരു പ്രഖ്യാപനവും നടത്തിയില്ല. എന്നാൽ അദ്ദേഹം പലതും പ്രവർത്തിച്ചു കാണിച്ചു. 10,800 കോടിയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. BPCL കൊച്ചി റിഫൈനറിയിൽ നിർമ്മിക്കുന്ന പോളിപ്രൊപ്പലിൻ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. 5,500 കോടിയുടെ പദ്ധതിയാണത്. കൊല്ലം വെസ്റ്റ് കല്ലടിയിൽ നിർമ്മിക്കുന്ന 50 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിക്ക് ശിലപാകി. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച ഷൊർണൂർ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനുകൾ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് പൊള്ളാച്ചി തീവണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. ദേശീയപാത 66-ലെ തലപ്പാടി ചെങ്കള വേങ്ങളം രാമനാട്ടുകാര റീച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പദ്ധതി പ്രകാരം നിർമ്മിച്ച 23 ഗ്രാമീണ റോഡുകൾ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നിലമ്പൂർ റോഡ് റെയിൽവേ ലൈൻ വൈദ്യുതീകരണം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വികസനത്തിൽ നിർണായകമാകുന്ന 7 പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം കാണിച്ചു കൊടുത്തത് BJP മീൻസ് ബിസിനസ് എന്നാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗത്തിലും BJP ലക്ഷ്യം വയ്ക്കുന്ന പുത്തൻ സമീപനത്തിൽ അദ്ദേഹം ഉറച്ചുനിന്നു. വോട്ടർമാരുടെ കയ്യടി കിട്ടുന്ന ക്ഷേമ പരിപാടികളെക്കാൾ വികസന പരിപാടികൾക്കുള്ള BJPയുടെ ദിശാബോധം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം. ആധുനികമായ അടിസ്ഥാന വികസന സൗകര്യ വികസനത്തിൽ ഇന്ത്യ നടത്തുന്ന പദ്ധതികളെയും മുന്നേറ്റങ്ങളെയും ലോകം കണ്ടുപഠിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നുവെന്ന് മോദി അവകാശപ്പെട്ടു. അടിസ്ഥാന മേഖലയിൽ നിക്ഷേപിക്കുന്ന ഓരോ രൂപയും യുവാക്കൾക്കുള്ള തൊഴിൽ അവസരങ്ങൾ കൂടിയാവും. ഇന്ത്യയെ ആഗോള നിർമ്മാണ സാങ്കേതിക ഹബ്ബായി മാറ്റും. കേരളത്തിന്റെ ഉജ്ജ്വലമായ ഭാവിക്കും വികസിത കേരളത്തിലേക്കുള്ള ചുവടുവയ്പ്പുകളുമാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഓരോ പദ്ധതിയുമെന്ന് മോദി വിശദീകരിച്ചു. കേരളത്തിലെ ഇടതുവലതു മുന്നണികളെ വികസന വിരുദ്ധരായി അദ്ദേഹം ചിത്രീകരിച്ചു. ഇടതുവലതു മുന്നണികൾ തമ്മിൽ പേരിലുള്ള വ്യത്യാസം മാത്രം. പ്രവർത്തന ശൈലിയിൽ രണ്ടും ഒന്നുപോലെ. അഴിമതിയും അധികാരത്തിനായി വർഗീയ ശക്തികളെ പ്രീണിപ്പിക്കലും വ്യവസായങ്ങൾ തകർക്കലുമാണ് അവരുടെ ശൈലിയെന്ന് അദ്ദേഹം പരിതപിച്ചു. ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് സോളാർ അഴിമതിയായിരുന്നെങ്കിൽ ഇപ്പോൾ CMRൽ അഴിമതിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസായി. വിഘടനവാദ രാഷ്ട്രീയമാണ് കോൺഗ്രസിന്റേത്. ജമാഅത്തെ ഇസ്ലാമിയുമായി വരെ കൂട്ടുപിടിക്കുന്നു. വിഘടനവാദത്തിലൂടെ കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നവരുമായാണ് കൂട്ട്. തീവ്രവാദികളായ PDPക്കാരുമായി ബന്ധം സ്ഥാപിച്ചവരാണ് CPM. അഴിമതിയിലും കുറ്റകൃത്യങ്ങളിലും വർഗീയത പടർത്തുന്നതിനും വികസനം തടയുന്നതിനും വ്യവസായം തകർക്കുന്നതിനും ഇടതുവലതു മുന്നണികൾ പങ്കാളികളാണ്, മോദി കുറ്റപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് BJP മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകളുടെ ബ്ലൂ പ്രിന്റായി മോദിയുടെ വാക്കുകൾ. കയ്യടിക്കുള്ള നടക്കാത്ത പ്രഖ്യാപനങ്ങൾ പറഞ്ഞല്ല, വികസനത്തിന്റെ പാത കാണിച്ചാണ് വോട്ട് ചോദിക്കുക. ജയിച്ചാലും തോറ്റാലും കൃത്യമായ വഴിത്താര. ശബരിമലയിലെ കൊള്ള തെരഞ്ഞെടുപ്പിലെ വിഷയം തന്നെ ആവുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ഇടതുവലതു മുന്നണികളെ ഒന്നുപോലെ പ്രതിസ്ഥാനത്ത് നിർത്താനാണ് BJPയുടെ പരിപാടിയെന്ന് വ്യക്തം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും പങ്കെന്ന് മോദി ആരോപിച്ചു. സ്വർണം കട്ടത് ഇടതനാണെങ്കിൽ വിറ്റത് വലതനാണ്.
എങ്കിലും തങ്ങളാണ് BJP വിരുദ്ധരെന്ന് വരുത്തി ന്യൂനപക്ഷ വോട്ടുകൾ സ്വന്തമാക്കുവാൻ ഇരു മുന്നണിയും ശക്തമായ BJP വിരുദ്ധ പ്രചാരണങ്ങൾ നടത്തുന്നു. സംഘപരിവാർ സംഘടനകൾ അന്യ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന ക്രൈസ്തവ പീഡനങ്ങൾ കേരളത്തിലെ ക്രൈസ്തവരെ BJP വിരുദ്ധരാക്കുവാൻ രണ്ടു മുന്നണിയും ഉപയോഗിക്കുന്നു. വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനത്തും രൂക്ഷമായ ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുന്നു എന്നത് സത്യമാണ്. എന്നാൽ കേരളത്തിൽ വന്ന് ഇതിനെതിരെ പറയുന്ന പാർട്ടികളുടെ അവിടെയുള്ള ഘടകങ്ങൾ ഈ ആക്രമണങ്ങളെ അപലപിക്കുന്നു പോലുമില്ല. അക്രമങ്ങൾക്കെതിരെ ചെറുവിരൽ അനക്കുന്നുമില്ല. ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരണകാലത്ത് നടന്ന ആക്രമണങ്ങളും നിസ്സാരങ്ങളല്ല. 12 സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള മതപരിവർത്തന നിരോധന നിയമങ്ങളിൽ ഏറ്റവും കൂടുതൽ പാസാക്കിയത് കോൺഗ്രസ് സഖ്യ സർക്കാരുകളായിരുന്നു. കേരളത്തിൽ വരുമ്പോഴാണ് എല്ലാവർക്കും ക്രൈസ്തവ സ്നേഹം. പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ പൊതുപരിപാടിക്ക് BJPയുടെ സംസ്ഥാന അധ്യക്ഷന് വേദിയിൽ ഇടം കൊടുത്തതും സംസ്ഥാന മരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാതിരുന്നതും കേരള സർക്കാർ വലിയ വിഷയമാക്കി. മുഖ്യമന്ത്രിയും പരിപാടിക്ക് ക്ഷണം ലഭിച്ച മന്ത്രിമാരായ MP രാജേഷ്, K കൃഷ്ണൻകുട്ടി എന്നിവരും പരിപാടി ബഹിഷ്കരിച്ചു. റിയാസിനെ ക്ഷണിക്കാതിരുന്നതാണ് കാരണമായി പറഞ്ഞത്. മുഖ്യമന്ത്രി പരിപാടിക്ക് ക്ഷണിച്ചിരുന്നു എന്നും മരുമകനെ കൂടി ക്ഷണിച്ചാലേ അദ്ദേഹം പരിപാടിക്ക് വരൂ എന്ന് വാശി പിടിക്കുന്നത് ജനങ്ങളെ അപമാനിക്കലാണെന്നും BJP തിരിച്ചടിച്ചു. മരുമകനു വേണ്ടി മുഖ്യമന്ത്രി എന്തൊക്കെയോ വഴിവിട്ട് ചെയ്യുന്നുവെന്നും മറ്റു മന്ത്രിമാർ പോലും മരുമകനു വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുവാൻ നിർബന്ധിക്കപ്പെടുന്നുവെന്നും വരുത്തി തീർക്കാനും ഈ സംഭവം BJPക്ക് ആയുധമായി. പ്രധാനമന്ത്രി നടത്തിയത് പൊതുപരിപാടിയായിരുന്നില്ലേ? അതിലേക്ക് റിയാസിനെ ക്ഷണിക്കാതിരിക്കുവാൻ BJPക്കാരുടെ കുടുംബ പരിപാടിയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചടിച്ചത് BJPക്കാരെയും അമ്പരിപ്പിച്ചിരിക്കണം. ഇവർ തമ്മിൽ ഇത്ര ധാരണയോ എന്നാവും അവരുടെ വ്യാഖ്യാനം. പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്ത ഫലകത്തിൽ പേരുണ്ടായിരുന്ന റിയാസിന് വേദിയിൽ സീറ്റ് കൊടുക്കാതിരുന്നത് ബോധപൂർവമെന്ന് വ്യക്തം. അതുമൂലം പ്രധാനമന്ത്രിയുടെ പരിപാടികൾ കേരള സർക്കാർ ബഹിഷ്കരിച്ചത് റിയാസിന് CPMലുള്ള പിടിയുടെ തെളിവായോ CPMലെ കുടുംബവാഴ്ചയുടെ തെളിവായോ ചിത്രീകരിക്കപ്പെടണമെന്ന് BJP മോഹിക്കുന്നുണ്ടാവാം. ദേശീയപാതയുടെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി ക്ഷണിച്ചപ്പോൾ കേരള സർക്കാരിനുള്ള അംഗീകാരമായില്ലേ എന്ന ചോദ്യത്തിന് ഇടതുമുന്നണിക്ക് കൃത്യമായ ഉത്തരമില്ല. തുറമുഖ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നേരത്തെ കേരളത്തിൽ നടത്തിയ പരിപാടിയിൽ തുറമുഖ വകുപ്പ് മന്ത്രി ഇല്ലാതെ പിണറായി വിജയൻ പങ്കെടുത്തിട്ടുണ്ടല്ലോ എന്ന് അവർ ചോദിക്കുന്നു. ഇത്തരം സംഭവങ്ങളുടെ നിരവധി ഉദാഹരണങ്ങളാണ് BJPക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ദേശീയപാതയുടെ ഉദ്ഘാടന ചടങ്ങിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ ക്ഷണിച്ചതിനെ കുറ്റപ്പെടുത്തുന്നവർ കേരളത്തിൽ സർക്കാർ പരിപാടികൾക്ക് അവരുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ബ്രാഞ്ചിൽ പ്രവർത്തിച്ചിരുന്ന G സുധാകരനെയും പോലുള്ളവരെ ക്ഷണിച്ചവരല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനെ ആദരിക്കുവാൻ 3 കോടി രൂപ വരെ ചെലവിട്ട് കേരള സർക്കാർ നടത്തിയ പരിപാടിയിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എങ്ങനെ വന്നു എന്ന് അവർ ചോദിക്കുന്നു. ഉദാഹരണങ്ങൾ നിരവധിയുണ്ട് അവരുടെ കൈവശം. BJP കോൺഗ്രസ് അല്ല, വടികൊടുത്ത് അടിമേടിക്കുകയാണ് CPM. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി എത്തിയപ്പോഴും രാജീവ് ചന്ദ്രശേഖറിന് വേദിയിലും റിയാസിന് താഴെയുമായിരുന്നു ഇടം. അന്നും സോഷ്യൽ മീഡിയയിലൂടെ റിയാസ് സങ്കടപ്പെട്ടിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം സംബന്ധിച്ച എല്ലാ പ്രവൃത്തികളും പൂർത്തിയാക്കിയ ഉമ്മൻചാണ്ടിയെ ഉദ്ഘാടനത്തിന് അനുസ്മരിക്കുക പോലും ചെയ്തില്ലല്ലോ പിണറായി സർക്കാർ. ഇതെല്ലാം കാവ്യനീതികളാണ്. ഇനി പണി പൂർത്തിയാകാത്ത ഉദ്ഘാടനത്തെക്കുറിച്ച്. ഭൂഗർഭപാതയുടെ പാത പൊട്ടിക്കൽ പണി, പരീക്ഷണ കപ്പലെത്തുന്ന ചടങ്ങ്. എന്തിന്? മാർച്ച് 11 തന്നെ നടന്ന കായിക ഭവൻ ഉദ്ഘാടനം എല്ലാം ഇടതുമുന്നണിയുടെ രീതികളുടെ മാതൃകകളല്ലേ? പാതി പണി തീർന്ന കായിക ഭവനമാണ് കായിക മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. 7 നിലയിൽ 3 നില മാത്രമാണ് കുറെയെങ്കിലും തീർന്നത്. ഒളിമ്പിക് അസോസിയേഷൻ ഉദ്ഘാടന വേദിയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. പണി പാതി വഴിയാകുമ്പോൾ ഉദ്ഘാടനം നടത്തുന്നത് പണി തീരുമ്പോഴേക്കും തങ്ങൾക്കതിന് കഴിയാതെ വന്നേക്കും എന്ന ചിന്ത കൊണ്ട് കൂടിയാവില്ലേ? കഴിഞ്ഞ കുംഭമേളയ്ക്ക് മാലയും വളയും വിൽക്കാനെത്തി മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട മൊണാലിസ എന്നറിയപ്പെടുന്ന മോനി ബോസ്ല എന്ന മധ്യപ്രദേശുകാരി പെൺകുട്ടിയുടെയും അവളുടെ കാമുകനും നടനും എന്ന് അവകാശപ്പെടുന്ന മുഹമ്മദ് ഫർഖാൻ ഖാന്റെയും വിവാഹം അവളുടെ വീട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ നടത്തിക്കൊടുത്തതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് CPM സഖാക്കൾ അവകാശപ്പെടുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ അരുമാനൂർ ശ്രീനൈനാർ ക്ഷേത്രത്തിലാണ് മാർച്ച് 11 ചടങ്ങ് നടന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി, CPM ജില്ലാ സെക്രട്ടറി AA റഹീം തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവനാണ് വരൻ, വധു ഹിന്ദു സമുദായത്തിൽപ്പെട്ടവളും. മൊണാലിസ ക്രിസ്ത്യാനിയാണെന്ന് വേറെ ചിലരും പറയുന്നു. അവൾക്ക് 18 വയസ്സായിട്ടില്ല എന്ന വാദവും ഉയർന്നു. ഉത്തർപ്രദേശ് സ്വദേശിയും നടനുമാണ് വരൻ മുഹമ്മദ് ഫർഖാൻ എന്ന് ചിലരും. അല്ല, മഹാരാഷ്ട്രക്കാരനാണ് വരനെന്ന് വേറെ ചിലരും. ഇവർ തമ്മിൽ 1.5 വർഷമായി പ്രണയത്തിലാണെന്ന് ചിലരും. 6 മാസമായി പ്രണയത്തിലാണെന്ന് വേറെ ചില മാധ്യമങ്ങളും എഴുതി.
6 മാസത്തെ പ്രണയത്തിന് 60 വർഷത്തെ പ്രണയത്തിന്റെ ആഴം തോന്നുന്നു എന്ന് വരൻ പറഞ്ഞതായും വാർത്തയുണ്ട്. ഫേസ്ബുക്കിലൂടെ മോനി ബോസ്ല ഫർഹാനുമായി പരിചയപ്പെട്ടു. ഇരുവരും ഒന്നിച്ചഭിനയിക്കുന്ന ചിത്രത്തിനായി കേരളത്തിലെത്തി. ഇതിനിടെ വീട്ടുകാർ മോനി ബോസ്ലയെ വേറെ വിവാഹത്തിന് നിർബന്ധിച്ചു. അവളുടെ പിതാവ് ജയ്സിംഗ് ബോസ്ല മകളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചു എന്നും അതുകൊണ്ട് മോനിയും കാമുകനും തമ്പാനൂർ പോലീസിൽ അഭയം തേടുകയായിരുന്നു എന്നുമാണ് കഥ. പോലീസ് പിതാവിനെ വിളിപ്പിച്ച് 18 വയസ്സ് കഴിഞ്ഞ മകളുടെ ഇഷ്ടമാണ് പ്രധാനമെന്ന് അറിയിച്ചു. അച്ഛൻ നാട്ടിലേക്ക് മടങ്ങി. സിനിമയുടെ അണിയറ പ്രവർത്തകരും ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് വിവാഹത്തിനു വേണ്ട സജ്ജീകരണങ്ങൾ നടത്തി. മുഹമ്മദ് ഫർഹാൻ ഖാൻ മോനി ബോസ്ലയുടെ കഴുത്തിൽ താലി ചാർത്തി. CPM എല്ലാ ഒത്താശയും ചെയ്തു. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എങ്കിൽ യഥാർത്ഥ കേരള സ്റ്റോറിക്കാർ പറയുന്നത് സത്യമാണെന്നല്ലേ വരിക? ഒരു മുസ്ലിമിന് ഒരു ഹിന്ദു യുവതിയുമായി കേരളത്തിൽ വന്നാൽ ആധാർ കാർഡ് മാത്രം കാണിച്ച് വിവാഹം കഴിക്കാവുന്ന നാടായി കേരളം എന്നല്ലേ ഈ സംഭവം തെളിയിക്കുന്നത്? അവൾ സ്വതന്ത്ര മനസ്സോടെയാണ് തീരുമാനം എടുക്കുന്നത് എന്നതിന് എന്ത് തെളിവാണ് വിവാഹം നടത്തിക്കൊടുത്തവർക്കുള്ളത്? മാതാപിതാക്കൾ അറിയാതെ വിവാഹം നടത്തിയാലും സാക്ഷികൾ വേണ്ടേ? ഇത്ര ലാഘവത്തോടെ നടത്തേണ്ട ഒന്നാണോ വിവാഹം? മുസ്ലിം യുവാവ് മതം മാറാതെ ഹൈന്ദവ ക്ഷേത്രത്തിൽ നടത്തുന്ന താലികെട്ട് പോലുള്ള ചടങ്ങുകൾക്ക് ഒരു സിനിമ അഭിനയത്തിന്റെ അർത്ഥമല്ലേ ഉണ്ടാവൂ? ഇതാവരുത് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നവരും ഇവിടെ ഏറെയുണ്ട്. 6 മാസത്തെ പരിചയമുള്ള ഒരു യുവാവും യുവതിയും വന്നാൽ ആരോടും ചോദിക്കാതെ കല്യാണം നടത്തിക്കൊടുക്കുന്ന നാടാവരുത് കേരളം. ഇക്കാര്യത്തിൽ 2020 CPM ഒരു മാതൃക കാണിച്ചിട്ടുണ്ട്. CPM നേതാവായ ജയചന്ദ്രന്റെ മകൾ അനുപമ എന്ന 22കാരി വിവാഹിതനായ ഒരു സഖാവുമായുള്ള ബന്ധത്തിൽ ഗർഭിണിയായി. 2020 ഒക്ടോബർ 19 അനുപമ പ്രസവിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടുകാർ കുട്ടിയെ ബലമായി എടുത്തുകൊണ്ടുപോയി. നവംബറിൽ നടക്കാനിരിക്കുന്ന ചേച്ചിയുടെ വിവാഹം വരെ കുഞ്ഞിനെ രഹസ്യമായി വളർത്താമെന്ന് പറഞ്ഞാണ് അനുപമയുടെ അമ്മ കുഞ്ഞിനെ കൊണ്ടുപോയത് എന്നാണ് അനുപമ പിന്നീട് പോലീസിൽ പറഞ്ഞത്. ചേച്ചിയുടെ വിവാഹം 2021 ഫെബ്രുവരി വരെ നീണ്ടു. ഇതിനിടെ കുട്ടിയെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറി. അവർ കുട്ടിയെ ദത്തുകൊടുത്ത് നാട് കടത്തി. അനുപമയും കുട്ടിയുടെ അച്ഛൻ അജിത്തും പോലീസിനെ സമീപിച്ചു. അവർ സഖാവായ അച്ഛനെതിരെ കേസെടുത്തില്ല. അവസാനം കോടതി ഇടപെട്ട് കുട്ടിയെ തിരിച്ചുപിടിച്ച് അനുപമയ്ക്ക് കൊടുത്തു. അനുപമയുടെ സംഭവത്തിൽ എല്ലാ സഖാക്കളും അനുപമയുടെ അച്ഛനും കുടുംബത്തിനും ഒപ്പമായിരുന്നു. പിണറായി മന്ത്രിസഭയിലെ അംഗമായ KB ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ മാർച്ച് 9 ഭർത്താവിനെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങളുമായി മാധ്യമങ്ങളെ കണ്ടു. മന്ത്രിയുടെ വാളകത്തെ വീട്ടിൽ അപ്രതീക്ഷിതമായി എത്തിയ ഭാര്യ കാണരുതാത്ത പലതും കണ്ടെന്നും അതിന്റെയെല്ലാം ഫോട്ടോ എടുത്തെന്നും 112 പോലീസിനെ വിളിച്ചു പരാതിപ്പെട്ടെന്നും എല്ലാമാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ മകളോടും ബിന്ദു മേനോൻ സംസാരിച്ചു. ബിന്ദുവിന്റെ സഹോദര ഭാര്യയായ മുൻ DGP ശ്രീലേഖയുടെ ഉപദേശപ്രകാരമാണ് അവർ 112 വിളിച്ചത്. പോലീസ് എത്തിയെങ്കിലും അകത്ത് കയറി മന്ത്രി പിടിച്ചില്ല. ഗാർഹിക പ്രശ്നമെന്ന് പോലീസിന് മനസ്സിലായി. അവർ മടങ്ങി. പോലീസ് തന്നെ സഹായിച്ചില്ലെന്നും മാർച്ച് 9 ബിന്ദു മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനിടെ മന്ത്രിയുടെ സേവകർ അകത്തുണ്ടായിരുന്ന സ്ത്രീയെ കാറിൽ കയറ്റി കൊണ്ടുപോയി. എങ്കിലും ബിന്ദു അരുതാത്തതെല്ലാം ഫോട്ടോയിൽ പകർത്തിയിരുന്നു. വാർത്ത ചോർന്നതോടെ ആകെ ബഹളമായി. പ്രണയം ഇല്ലാത്തവൻ മനുഷ്യനല്ലെന്നും തനിക്ക് 5000 പ്രണയമുണ്ടെന്നും എല്ലാം ഗണേഷ് പത്രക്കാരോട് പറഞ്ഞു. 1ാം ഭാര്യ യാമിനി തങ്കച്ചിയുടെ പരാതിയെ തുടർന്ന് അന്നത്തെ പ്രതിപക്ഷ ബഹളം മൂലം മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട ഗണേഷ് 2ാം ഭാര്യ വിഷയത്തിലും ചരിത്രം ആവർത്തിക്കുന്നുവെന്ന് പലരും കരുതി. CPM പക്ഷേ വളരെ ആത്മസംയമനത്തോടെ പെരുമാറി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വന്നപ്പോൾ കാണിച്ച ആവേശമൊന്നും കണ്ടില്ല. മുകേഷിന്റെ കാര്യത്തിൽ അതെല്ലാവരും കണ്ടതാണല്ലോ. ഗണേഷ് മാർച്ച് 9 രാത്രി ഭാര്യയുമായി രമ്യതയിലായി. ഗണേഷ് മാപ്പ് പറഞ്ഞു. എനിക്ക് കേസില്ല, അവർ പിറ്റേന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. അതോടെ ഗണേഷ് രക്ഷപ്പെട്ട പോലെയായി. ഏതായാലും മുഖ്യമന്ത്രി ഗണേഷിന്റെ രാജി ആവശ്യപ്പെട്ടില്ല. സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് ഇടതുമുന്നണി നടത്തുന്ന അവകാശവാദങ്ങളുടെ എല്ലാം തനിനിറം വ്യക്തമാകുന്നു. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവർ പരാതിപ്പെട്ടില്ലെങ്കിൽ സർക്കാർ എന്തു ചെയ്യും എന്നാണ് ചോദ്യം. ഇതാണ് ഇത്തരം കാര്യങ്ങളിലുള്ള CPM വൈരുദ്ധ്യാത്മക നിലപാട്, സത്യമില്ലാത്ത നിലപാട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇത്തരം സംഭവങ്ങൾ ജനമനസ്സിൽ എന്ത് പ്രതികരണം ഉണ്ടാക്കുമെന്ന ഭയം പോലും CPM കാണിച്ചില്ല. പത്തനാപുരത്ത് ഗണേഷ് ജയിക്കുമെന്നത് അദ്ദേഹത്തിന്റെ ഇത്തരം വിളയാട്ടങ്ങൾക്ക് ധൈര്യം കൊടുക്കുന്നു. പ്രായപൂർത്തിയായവർ ഉഭയസമ്മതപ്രകാരം നടത്തിയ ലൈംഗിക വീഴ്ച കുറ്റമല്ല. കേസിലെങ്കിൽ വിഷയമാക്കേണ്ടതില്ല. സ്ത്രീ സുരക്ഷയുടെ പുതിയ മുഖങ്ങൾ വല്ലാത്തവയാണ്. പത്തനാപുരത്തെ ജനങ്ങളാണ് ഗണേഷിന്റെ ഈ മനോഭാവത്തിന് ഉത്തരവാദികൾ. 2001 മുതൽ 2021 വരെ അവർ ഗണേഷിനെ നിയമസഭയിൽ എത്തിക്കുന്നു. എത്ര വലിയ ആരോപണങ്ങൾ ഉണ്ടായപ്പോഴും അവർ ഗണേഷിനെ ജയിപ്പിച്ചു. 2001 ബാലകൃഷ്ണപിള്ളയുടെ മകൻ എന്ന ലേബലും സിനിമാ നടൻ എന്ന പേരുമാണ് ഗണേഷിന് ഉണ്ടായിരുന്നത്. അന്ന് CPIയിലെ പ്രകാശ് ബാബു ആയിരുന്നു എതിര്.
ലൈംഗിക ആരോപണമുന്നെയുള്ള സിനിമാ കഥകൾ ധാരാളം വന്നു. പക്ഷേ ഗണേഷിന് 58,224 വോട്ട് കിട്ടി. 52.76% വോട്ട്. പ്രകാശ് ബാബുവിന് 48,293. 2006 CPIയിലെ KR ചന്ദ്രമോഹൻ എതിരാളിയായി. ഗണേഷിന് 55,554 വോട്ട് കിട്ടി. 53.48%. ചന്ദ്രമോഹന് 43,740. 2011 CPM പത്തനാപുരം ഏറ്റെടുത്തു. K രാജഗോപാലായി എതിരാളി. ഗണേഷിന് 71,421 വോട്ട് കിട്ടി. 55.64%. എതിരാളിക്ക് 51,019 വോട്ടും. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായി. ഗണേഷിനെതിരെ വലിയ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു. യാമിനി തങ്കച്ചിയുമായുള്ള വിവാഹമോചനം വരെ ഉണ്ടായി. അദ്ദേഹം ജനാധിപത്യ മുന്നണി വിട്ടു. 2016 പക്ഷേ ഇതൊന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല. ഗണേഷ് LDFിലെത്തി. അദ്ദേഹത്തിന് പത്തനാപുരംകാർ 52.39% വോട്ട് കൊടുത്തു. 79,429 വോട്ട്. എതിരാളി സിനിമാ നടൻ കോൺഗ്രസിലെ ജഗദീഷിന് 49,867 വോട്ടാണ് ലഭിച്ചത്. 2021 കോൺഗ്രസിലെ ജ്യോതികുമാർ ചാമക്കാല എത്തി. എന്നിട്ടും ഗണേഷ് ജയിച്ചു. 67,276 വോട്ട്. ചാമക്കാലയ്ക്ക് കിട്ടിയത് 52,940 വോട്ട്. എങ്കിലും വോട്ട് ശതമാനം കുറഞ്ഞു. ഗണേഷിന് കിട്ടിയത് 49.09% മാത്രം. വീണ്ടും മന്ത്രിയായി. ഇപ്പോൾ ഇതൊന്നും തന്നെ ബാധിക്കില്ല, താൻ ജയിക്കുമെന്ന് അദ്ദേഹം അഹങ്കാരത്തോടെ പറയുന്നു. വേറൊരു കേരള സ്റ്റോറി. തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് വിജയസാധ്യത മാത്രം കണക്കാക്കുമ്പോൾ മറ്റു ഘടകങ്ങളൊന്നും കണക്കിലെടുക്കാൻ ആവുന്നില്ല. സ്ഥാനാർത്ഥിയുടെ സ്വഭാവമോ പെരുമാറ്റ രീതികളോ ഒന്നും. അഥവാ ഗണേഷ് കുമാറിനെ ഇടതുമുന്നണി മാറ്റി നിർത്തിയാൽ ജനാധിപത്യ മുന്നണി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കില്ലെന്ന് ആർക്കറിയാം. ഇത്തരക്കാരെ പരിധിവിട്ട് സഹായിക്കുന്ന CPM പോലും മാറ്റി നിർത്താൻ നോക്കിയ PK ശശിയെ ജനാധിപത്യ മുന്നണി പിന്താങ്ങാൻ പോകുന്നു എന്നാണല്ലോ കേൾക്കുന്നത്. ഈ ഘടകം മാത്രം മാനദണ്ഡമാക്കുമ്പോൾ പഴയവർ മാറില്ല. ഒരു മുന്നണിക്കും ധൈര്യമായി സ്ഥാനാർത്ഥിയെ മാറ്റാനാവുന്നില്ല. മികച്ച പ്രവർത്തകർക്ക് കടന്നു വരാൻ സാധ്യത നഷ്ടപ്പെടുന്നു. മാറ്റിയാൽ അവർ എതിരാളികളുടെ സ്ഥാനാർത്ഥിയാവും. 80 കഴിഞ്ഞവർക്കും മത്സരിക്കേണ്ടി വരുന്നു. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി വരുന്നു. നാട്ടികയിൽ CPIയിലെ മുകുന്ദൻ വരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നില്ലെങ്കിലും കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലായി. ജനങ്ങൾ ജയിക്കും. UDF നയിക്കും. കേരളം വീണ്ടെടുക്കാനുള്ള ജനാധിപത്യ മുന്നണിയുടെ പ്രചാരണ മുദ്രാവാക്യം തയ്യാറായി. 3ാം വട്ടവും അധികാരത്തിലെത്താനുള്ള പ്രചാരണങ്ങൾ ഇടതുമുന്നണി തുടങ്ങിക്കഴിഞ്ഞു. പുത്തൻ മുദ്രാവാക്യവും ഉണ്ടാക്കി. മറ്റാരുണ്ട് LDF അല്ലാതെ എന്നതാണ് അവരുടെ മുദ്രാവാക്യം. 2016 ഇടതുമുന്നണി വരും, എല്ലാം ശരിയാകും എന്നായിരുന്നു മുദ്രാവാക്യം. 2021 ഉറപ്പാണ് LDF എന്നതായി മുദ്രാവാക്യം. ഇപ്പോൾ മറ്റാരുണ്ട് LDF അല്ലാതെ എന്നാണ് ചോദ്യം. ഭരണ നേട്ടങ്ങളെക്കാൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളുടെ പ്രചാരണത്തിനാണ് ഇപ്പോൾ 1ാം സ്ഥാനം. ഇരുണ്ട കാലം എന്ന പേരിൽ സാമൂഹ്യ മാധ്യമ പ്രചാരണം. സതീശന്റെ നുണകൾ എന്ന പ്രചാരണവും തുടങ്ങി. PRD തന്നെ ഇടതും വലതും ഭരണകാലങ്ങളെ താരതമ്യം ചെയ്ത് പരസ്യം ചെയ്തു. UDF ഭരണകാലത്തേക്ക് തിരിച്ചു പോകുന്നത് അപകടം ചെയ്യും എന്ന ചിന്ത പടർത്താനാണ് നോക്കുന്നത്. പണത്തിനു വേണ്ടി എന്തെല്ലാം വേഷങ്ങളാണ് മാധ്യമങ്ങൾ വരെ അണിയുന്നത്. പരസ്യം വാർത്ത പോലെ കൊടുക്കുക, അതും 1ാം പേജിലും. മറ്റൊരു 1ാം പേജായി മാറിയ 3ാം പേജിലും എല്ലാം പെയ്ഡ് ന്യൂസുകൾ. മുന്നണികൾക്ക് വേണ്ടി സർവേകൾ നടത്തുക, അതിന്റെ ഫലം എന്ന രീതിയിൽ തങ്ങളെ വിലക്കെടുത്തവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറയുക. വിത്തെടുത്ത് കുത്തുന്നത് പോലെയാണ് പല മാധ്യമങ്ങളും. യൂട്യൂബർമാരെയും വിലക്കെടുക്കുന്നു. ചിലർ ഓരോ ദിവസവും ഓരോന്ന് പറഞ്ഞ് പേര് കളയുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രസക്തി ഇല്ലാതാകുന്നു. ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ചെയ്യുന്ന 5 ജനപ്രിയ പരിപാടികൾ സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെ പ്രഖ്യാപിച്ചു. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. കഷ്ടിച്ച് സ്വന്തം കാലിൽ നിന്ന് തുടങ്ങുന്ന കോർപ്പറേഷനെ നിഗ്രഹിക്കുവാനാണ് പരിപാടി. എന്തിന് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കണം? ഇപ്പോൾ നൽകി വരുന്ന 1000 രൂപ പ്രതിമാസ അലവൻസ് നൽകണം. അടുത്തത് സാമൂഹ്യക്ഷേമ പെൻഷൻ വർധനയാണ്. തുക 3000 രൂപ ആക്കുമെന്നാണ് പ്രഖ്യാപനം. ഇപ്പോഴുള്ള 65 ലക്ഷം പേർക്കും അടുത്ത 5 വർഷം കൊണ്ട് 60 കഴിയുന്ന വേറെ 10 ലക്ഷം പേർക്കും എങ്കിലും കൊടുക്കണം. പെൻഷൻ 2500 രൂപയാക്കാമെന്ന് പറഞ്ഞ് 2021 വോട്ട് ചോദിച്ചവർ ഇനിയും കൊടുക്കുന്നത് 2000 മാത്രം. സർക്കാരിന് പണമില്ല. ആ സംസ്ഥാനത്ത് അധികാരം പിടിച്ചാലാണ് 3000 രൂപ കൊടുക്കുമെന്ന് പറയുന്നത്. എങ്ങനെ പണം കണ്ടെത്തുമെന്ന് ആരും പറയുന്നില്ല.
പദ്ധതി ചെലവുകൾക്കുള്ള പണം ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ച് സുപ്രീം കോടതി പോലും പ്രകടിപ്പിച്ച ആശങ്ക യാഥാർത്ഥ്യമാക്കുക. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസ അലവൻസ് കൊടുക്കുമെന്നും എല്ലാ കുടുംബത്തിനും 25 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം സാമ്പത്തിക അടിസ്ഥാനത്തിൽ ഇല്ലാത്തവർക്ക് കൊടുത്താൽ പോരെ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിച്ചു വരുന്നവരോട് കത്തോലിക്ക കോൺഗ്രസ് ഒറ്റ ആവശ്യം ഉന്നയിക്കുന്നു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ച് നിങ്ങളുടെ നയം വ്യക്തമാക്കുക. 3 മുന്നണികളും അത് ചെയ്യണം എന്നാണ് അവരുടെ ആവശ്യം. എല്ലാ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കും ഉപരിയാണ് ഈ ആവശ്യം. മലയോര, കുട്ടനാട്, തീരദേശ മേഖലകളിലെ ജനതയുടെ തൊഴിൽ, വസ്തുവകകൾ, ആരാധനാലയങ്ങൾ എന്നിവയുടെ സംരക്ഷണം, ഉൽപ്പന്നങ്ങളുടെ ന്യായവില, ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, സാമ്പത്തിക സംവരണം, ക്ഷേമ പദ്ധതികൾ, സബ്സിഡി, ഇൻഷുറൻസ്, വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പ്, ക്രൈസ്തവ പുണ്യദിനങ്ങളുടെ അവധി സംരക്ഷണം, ഇത്തരം കാര്യങ്ങളിൽ എന്തു ചെയ്യും എന്നാണ് ഓരോ മുന്നണിയും പറയേണ്ടത്. അതിനുള്ള ധൈര്യം അവർക്ക് കാണിക്കാനിടയില്ല. അവർക്ക് വേണ്ടത് പറയും, അത്രമാത്രം. 7 വർഷമായി ഇന്ത്യയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല എന്ന സത്യം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാക്കാനല്ലാതെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരായ അവിശ്വാസ പ്രമേയം എന്ത് നേടി? ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാത്തതുകൊണ്ട് അവിശ്വാസ പ്രമേയം എടുത്തപ്പോൾ സ്പീക്കർ നിയോഗിച്ച ചെയർമാൻമാരുടെ പാനലിലെ അംഗം സഭ നിയന്ത്രിക്കേണ്ടി വന്നു. കീഴ്വഴക്കം അനുസരിച്ച് ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കിട്ടേണ്ടത് പ്രതിപക്ഷത്തിനാണ്. 200ഓളം അംഗങ്ങൾ പ്രതിപക്ഷത്തുണ്ട്. എന്നിട്ടും അവരിൽ ഒരാൾക്ക് കൊടുക്കുന്നില്ല. ഭരണകക്ഷിയിൽപ്പെട്ടവരെയും തിരഞ്ഞെടുക്കുന്നില്ല. സ്പീക്കർ ഭരണകക്ഷിയുടെ ചീഫ് വിപ്പായി മാറിയെന്ന KC വേണുഗോപാലിന്റെ വാക്കുകളിൽ പ്രതിപക്ഷ വികാരം കൃത്യമായി പ്രതിഫലിക്കുന്നു. സ്പീക്കർക്കെതിരായ പ്രമേയം രാഹുലിനെതിരെ തിരിക്കുവാൻ BJPക്കാർ ശ്രമിച്ചു. പ്രതിപക്ഷ നേതാവ് പലപ്പോഴും സഭയിലില്ല. സഭ കൂടുമ്പോൾ വിദേശത്ത് പോകുന്നു. പ്രസംഗം കഴിഞ്ഞാലുടൻ ഇറങ്ങിപ്പോകുന്നു. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നില്ല. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തന്നെ ആരോപിച്ചു. പ്രതിപക്ഷ നേതാവ് സൂക്ഷിച്ച് പ്രസംഗിക്കണം, ശ്രദ്ധാപൂർവം വാക്കുകൾ ഉപയോഗിക്കണം. രവിശങ്കർ പ്രസാദ് ഉപദേശിച്ചു. ലോക്സഭ ഏതെങ്കിലും പാർട്ടിയുടേതല്ല, രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിച്ചു. ലോക്സഭയ്ക്ക് ഏതെങ്കിലും പാർട്ടിയുടെ തീട്ടൂരം അനുസരിച്ച് പ്രവർത്തിക്കാനാവില്ല, അമിത്ഷാ തിരിച്ചടിച്ചു. രവിശങ്കർ പ്രസാദ് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്തോ പറയാൻ എഴുന്നേറ്റ രാഹുൽ ഗാന്ധിക്ക് ചെയർ മൈക്ക് അനുവദിച്ചില്ല. പ്രതിപക്ഷ നേതാവ് എപ്പോൾ എഴുന്നേറ്റാലും മൈക്ക് നൽകണം എന്ന കീഴ്വഴക്കം പോലും ലംഘിക്കപ്പെടുന്നു. പ്രതിപക്ഷം ബഹളമുണ്ടാക്കി നടുത്തളത്തിലിറങ്ങി. അവസാനം മന്ത്രിയുടെ ഉപദേശം സ്വീകരിച്ച് പ്രസാദ് വഴങ്ങി. സഭ ശാന്തമാക്കി. ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ അവിശ്വാസ പ്രമേയം വരുന്നതായി ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 100 ലോക്സഭാ അംഗങ്ങളും 50 രാജ്യസഭാ അംഗങ്ങളും പിന്താങ്ങിയാൽ പ്രമേയം സഭയിൽ വരും. സ്പീക്കർക്കെതിരായ പ്രമേയത്തിന്റെ ഗതി തന്നെ ആവും അതിനും. പക്ഷേ വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് പലതും പറയാനും അത് സഭയുടെ രേഖയിൽ ഉൾപ്പെടുത്താനും ഈ പ്രമേയം സഹായിക്കും. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചപ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ ധൈര്യം കാണിച്ച സഞ്ജു സാംസണും ശ്രീജിയും അസാധാരണമായ ജീവിത മാതൃകകളാണ് കാണിച്ചത്. ജീവിതത്തിൽ കൂടുതൽ ഉന്നത വിജയം കൈവരിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഇത് കണ്ട ദൈവവിശ്വാസികളെല്ലാം പ്രാർത്ഥിച്ചിരിക്കണം. തിരുവനന്തപുരം നരുവാമൂട് വെള്ളാപ്പള്ളി രോഹിണി ഭവനിൽ M ജയകുമാറിന്റെയും K ഷീജ കുമാരിയുടെയും മകളാണ് ശ്രീജ. കൂലിപ്പണിക്കാരനായ അച്ഛൻ, MA കാരിയായ അമ്മ. മകളെ ജീവിതം പഠിപ്പിച്ചത് അവരാണ്. MA കാരിയായിട്ടും ഒരു ജോലി നേടാൻ നാടാർ സമുദായത്തിൽപ്പെട്ട ഷീജ കുമാരിക്കായില്ല എന്ന സത്യം നമ്മുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് ഭീതിപ്പെടുത്തുന്ന അറിവുകളല്ലേ പകരുന്നത്. ഇടതുമുന്നണി സർക്കാരിന്റെ അവസാന നാളുകളിൽ കേരളം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാവുകയാണ്. ആവശ്യമുള്ളതിൽ 7000 കോടി രൂപയുടെ കുറവ് ഖജനാവിൽ ഉണ്ടെന്നതാണ് സത്യം. 10 ലക്ഷം വരെയുള്ള ബില്ലുകളെ മാറാനാവൂ. ഫലത്തിൽ 2 ലക്ഷത്തിൽ കൂടുതലുള്ളവ കൊടുക്കുന്നില്ല. മാർച്ചിലെ ശമ്പളം, പെൻഷൻ പദ്ധതി ചെലവുകൾ എന്നിവയ്ക്കായി 27,000 കോടി രൂപ വേണം. സർക്കാർ ജീവനക്കാരുടെ വർദ്ധിപ്പിച്ച DA കൊടുക്കുവാൻ 800 കോടി വേണം. ഈ സാമ്പത്തിക വർഷം സർക്കാർ ലക്ഷ്യം വെച്ചത് 1.52 ലക്ഷം കോടിയുടെ വരവാണ്. ഇതുവരെ സമാഹരിക്കുവാൻ സാധിച്ചത് 1.10 ലക്ഷം കോടിയാണ്. നികുതി വരുമാനം 1.20 ലക്ഷം കോടിയായിരുന്നു പ്രതീക്ഷിച്ചത്. പിരിക്കാനായത് 88,785 കോടിയും. ജനുവരി വരെ കടം 40,051 കോടിയാണ്. കേന്ദ്ര സഹായം ഗണ്യമായി കുറഞ്ഞു. 13,074 കോടി പ്രതീക്ഷിച്ചു. കിട്ടിയത് 3,675.73 കോടി മാത്രം. ഭാഗ്യക്കുറി ഉൾപ്പെടെയുള്ള നികുതി ഇതര വരുമാനം 96.3% കിട്ടി. പ്രതീക്ഷിച്ചത് 19,141.49 കോടി. കിട്ടിയത് 18,382 കോടിയും.
ഈ പ്രതിസന്ധിയും തരണം ചെയ്യും. 1995 നായനാർ സർക്കാർ ഭരണം വിടുമ്പോൾ വിമാന ടിക്കറ്റ് പോലും കടം കിട്ടാത്ത നിലയിലായിരുന്നു കേരളം. വ്യക്തി നിയമങ്ങൾ മൂലമുള്ള സങ്കീർണതകൾ ഒഴിവാക്കുവാൻ ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് സുപ്രീം കോടതി മാർച്ച് 10 നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജഡ്ജിമാരായ ബാഗ്ചി മഹാദേവൻ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. ഈ നിർദ്ദേശം നേരത്തെയും നടത്തിയിട്ടുണ്ട്. ഭരണഘടനയുടെ 44-ാം വകുപ്പ് ഈ നിർദ്ദേശം വെച്ചിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. മുസ്ലിം വ്യക്തി നിയമത്തിലെ വകുപ്പുകൾ പിന്തുടർച്ചാവകാശത്തിൽ ഉൾപ്പെടെ സ്ത്രീകളോട് വിവേചനപരമാണ്. 1937 ശരീഅത്ത് നിയമം എന്ന് ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് പൗലോമി പവനി ശുക്ലയും ന്യായ നാരി ഫൗണ്ടേഷനും കൊടുത്ത ഹർജി പരിഗണിക്കുമ്പോഴാണ് സുപ്രീം കോടതി ഈ നിരീക്ഷണം നടത്തിയത്. ശരിയാ നിയമം പെട്ടെന്ന് റദ്ദാക്കിയാൽ ശൂന്യത വരും. പൊതുനിയമം ഉണ്ടാക്കുക ആണ് പരിഹാരം, കോടതി നിരീക്ഷിച്ചു. അതായത് ഏകീകൃത സിവിൽ കോഡ് എന്ന ലക്ഷ്യത്തിലേക്ക് രാഷ്ട്രം നടന്നെടുക്കുകയാണ്. ശിലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.